എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ, ഒരുപാട് പേരുടെ ഡ്രീം കാർ ലിസ്റ്റിലെ ഒരു മോഡലും കൂടിയാണ് മഹീന്ദ്ര വാല്യൂ ഫോർ മണി വേരിയൻറ്റ് നമുക്ക് പിടിക്കാൻ സാധിക്കും. കാരണം അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന ഒരു മോഡലും കൂടിയാണ് ഈ ഒരു വേരിയൻറ്റ്. നമുക്ക് കണ്ടോ LED യൂണിറ്റാണ് ഈ ഒരു സി ഷേപ്പിഡ് കൊടുത്തുള്ളത്. ഡോൾട്ടൺ ബമ്പറാണ് ബാക്കിലും വന്നത്. ഒരു ആനപ്പുറത്ത് കയറുന്ന പോലെയാണ് നമ്മൾ താർ റോക്സിൽ കയറുന്നത്. ഹുഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഹസാർ ലൈറ്റ് കത്തും, 4 ഇൻഡിക്കേറ്റർ. നമുക്കൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. കാരണം 2010 മഹീന്ദ്ര എന്ന വാഹന നിർമ്മാണ കമ്പനി താർ എന്ന മോഡൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയത്. മഹീന്ദ്ര താർ എന്ന് പറയുന്നത് ശരിക്കും ഒരു വികാരമാണ്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക്. കാരണം ഇത് എന്തോ ഒരു പ്രാന്താണ് താറിനോട്, പ്രത്യേകിച്ച് ഈ ഒരു ബോഡി ഡിസൈന്, ഓഫ് റോഡ് കാപ്പബിലിറ്റി എല്ലാം കൊണ്ടും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലും കൂടിയാണ് മഹീന്ദ്ര. പേഴ്സണലി എൻ്റെയും ഒരു ഡ്രീം ലിസ്റ്റിലൊരു വാഹനം കൂടിയാണ് മഹീന്ദ്ര താർ. ഇന്നത്തെ നമ്മൾ മഹീന്ദ്ര താറിന് MX3 ഒരു വേരിയൻറ്റുമായിട്ടാണ് ഇന്നത്തെ വന്നുള്ളത്. ഒരു വാല്യൂ ഫോർ മണി എന്ന് വിളിക്കാൻ പറ്റിയ ഒരു വേരിയൻ്റാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ്, നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഈ ഒരു വേരിയൻറ്റിലും ജസ്റ്റ് നോക്കിയിട്ട് തരാം. എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോക്ക് ഹൃദ്യമായി സ്വാഗതം. താർ റോക്സ് MX3 വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇതാണ് മഹീന്ദ്ര താർ റോക്സ് MX3 പറയുന്ന വേരിയൻറ്റ്. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റ് നമുക്ക് പിടിക്കാൻ സാധിക്കും. കാരണം അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന ഒരു മോഡലും കൂടിയാണ് ഈ ഒരു വേരിയൻറ്റ്. നമുക്ക് ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരു വേരിയൻറ്റ് കൂടിയാണ് MX3 പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഡിസൈനും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഓഫ് റോഡ് കാപ്പബിലിറ്റിയുള്ളൊരു വാഹനം കൂടിയാണ് ഈ ഒരു മഹീന്ദ്ര താർ റോക്സ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഒരു ഗ്രിൽ യൂണിറ്റ്, ഒരു 6 പാക്ക് ഗ്രിൽ യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തുള്ളത്. ഒരു 6 സ്ലോട്ടുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ചൊരു ഡിസൈനാണ് അവിടെ കൊടുത്തുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു മഹീന്ദ്ര എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത്, ഒരു പഞ്ചിങ് ബാഡ്ജിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്കത് ഹുഡ് ഓപ്പൺ ആക്കാനുള്ള ഒരു ഹോൾഡറും അവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ ഹെഡ് ലാമ്പ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഹാലജൻ പ്രൊജക്ട് ലാംപ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സി ഷേപ്പിൽ DRL തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡിൽ പോകുന്ന സമയത്ത് നമുക്ക് DRL നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ 10 ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ. പിന്നെ ബമ്പർ നമുക്ക് ഡോൾട്ടൺ ബമ്പറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഫോഗ് ലാംപ്സ് ഈ ഒരു വേരിയൻറ്റിൽ മിസ് ഔട്ടാണ്. ഫോഗ് ലാംപ്സ് ആക്സസറീസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. വൈപ്പേഴ്സ് കാണാൻ സാധിക്കും. ഇപ്പോൾ വാഷിംഗ് യൂണിറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. സൈഡിൽ മെയിൻ ഹൈലൈറ്റ് പറയാനുള്ളത് ആ ഒരു വീൽസിനെ കുറിച്ചാണ്. 18 ഇഞ്ച് ഓൾ ടെറൈൻ വീൽസാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തുള്ളത്. സ്റ്റീൽ വീൽസ്. ആക്സസറീസ് ആയിട്ട് നമുക്ക് അലോ വീൽസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഫെൻഡറിലാണ് 10 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തുള്ളത്. താർ റോക്സിൻ്റെ ഒരു ബാഡ്ജിങ് അവിടെ കാണാൻ സാധിക്കും. സൈഡ് മിററിലും താറിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. സൈഡിൽ നമുക്ക് പുതിയ അതിഥി ആ ഒരു ഡോർ അവിടെ കാണാൻ സാധിക്കും. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു താർ റോക്സ് ഒരു വലിച്ച് നീട്ടിയിട്ടാണ് ഈ ഒരു റോക്സ് ഉണ്ടാക്കിയത്. കാരണം ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് 3 ഡോർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ചെയ്സന്നെ മാറിയാണ്, പുതിയ പ്ലാറ്റ്ഫോമാണ്. സ്കോർപ്പിയോ എൻഡിൽ കണ്ട സെയിം പ്ലാറ്റ്ഫോമാണ് ഈ ഒരു താർ റോക്സിലും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിനൊരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. സൈഡിൽ ഇവിടെ നമുക്കൊരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇവിടെയും നമുക്കൊരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. താർ റോക്സ് ഒരു മല കയറി പോകുന്ന ഒരു ഫീൽസാണ് അവിടെ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ബോഡി കളായിട്ടുള്ള ഡോർ ഹാൻഡിൽ. യെസ്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. ബാക്ക് പ്രൊഫൈൽ മെയിൻ ഹൈലൈറ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ടെയിൽ ആണ്. ഒരു സി ഷേപ്ഡ് ടെയിൽ ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, LED യൂണിറ്റാണ് ഈ ഒരു സി ഷേപ്പിഡ് കൊടുത്തിട്ടുള്ളത്. ഡോൾട്ടൺ ബമ്പറാണ് ബാക്കിലും വന്നിട്ടുള്ളത്. റിഫ്ലക്ഷൻ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെയർ വീൽ കവേഴ്സ് കട കൊടുത്തിട്ടുണ്ട്. താർ റോക്സിലൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റിവേഴ്സ് ക്യാമറയും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിഫോഗ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പും അവിടെ കാണാൻ സാധിക്കും. പിന്നെ വൈപ്പേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ്. അത്യാവശ്യം ബൂട്ട് കപ്പാസിറ്റി നമുക്കൊരു വാഹനത്തിൽ അവൈലബിൾ ആണ്. കണ്ടോ, അത്യാവശ്യം ബൂട്ട് കപ്പാസിറ്റി നമുക്കൊരു താർ റോക്സിൽ വന്നിട്ടുണ്ട്. ട്രയാങ്കിൾ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 ഹുക്ക് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസും കാണാൻ സാധിക്കും. 2 ചാർജും സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ വയറൊക്കെ എക്സ്പോസ് ചെയ്തിട്ട് കാണാതെ നമുക്കൊരു ഫുൾ കവേർഡ് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വയറിങ് കിറ്റ് അല്ല അതും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താർ റോക്സിൻ്റെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്.
അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്, 2 ക്യാമിൽ ഒരു ഓഫ് റോഡ് കയറി പോകുന്നത്. ഇവിടെയും ഒരു ക്യാമിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് വാവ്, അപ്പോൾ ഇതാണ് ഓരോന്നിനൊരു ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ താർ റോക്സിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഡുവൽ ടോൺ കളറിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കയറുമ്പോൾ തന്നെ ഒരു ഫുഡ് സ്റ്റെപ്പ് ചവിട്ടിയിട്ട് വേണം കയറാൻ. ശരിക്കും ഒരു ആനപ്പുറത്ത് കയറുന്ന പോലെയാണ് നമ്മൾ താർ റോക്സിൽ കയറുന്നത്. വാവ്, ആ ഒരു സ്റ്റിയറിംഗ് വീല് കണ്ടോ, നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീല് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് നമ്മൾ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ ബട്ടൺസ് വന്നിട്ടുണ്ട്. പൈപ്പ് കൺട്രോൾ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഹെഡ്ലാമ്പ് കൺട്രോൾസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീല് വരുന്നത്. പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീല്. ഹാൻഡിൽ ചെയ്യുകയാണെങ്കിലും സ്റ്റിയറിംഗ് വീല് നല്ലൊരു ഹാൻഡിലിംഗ് ഗ്രിപ്പും തരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഗ്രാഫ് ഹാൻഡിൽ, ഇത് പിടിച്ച് കയറാൻ പ്രത്യേകിച്ചൊരു ഫീലാണ് ആ ഒരു ഗ്രാഫ് ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ടിൽറ്റ് മാത്രം ഈ ഒരു വേരിയൻറ്റിൽ വന്നിട്ടുള്ളൂ. ഞാൻ നേരെ സെൻട്രൽ കൺസോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കണ്ടിന്യൂറ്റി ഫീച്ചേഴ്സിലൊരു ഇൻഫോടൈം സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കണ്ടിന്യൂറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ അഡ്വഞ്ചർ സ്റ്റാറ്റിക്കൽസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ഓഫ് റോഡ് പോകുമ്പോഴും ഓൺ റോഡ് പോകുമ്പോഴും നമുക്കിതിൽ ഡയമെൻഷൻ അറിയാൻ സാധിക്കും താർ റോക്സിൻ്റെ. കാരണം എത്ര ഡിഗ്രി ഇറങ്ങുന്നുണ്ട്, ഇപ്പോൾ നമ്മളൊരു 1 ഡിഗ്രി താഴോട്ട് ഇറങ്ങുന്നുണ്ട്, അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓൺ റോഡിൽ നമുക്ക് പവർ കാണാൻ സാധിക്കും, ടോർക്ക്, അതുപോലെ തന്നെ ഒരു കോമ്പസ്, ഡയറക്ഷൻ, അതായത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ റേസ് എന്ന് പറയുന്നത് നമ്മൾ ടൈമർ സെറ്റ് ചെയ്യേണ്ടതാണ്. 0 to 100 ഒക്കെ നോക്കുമ്പോൾ ടൈമർ സെറ്റ് ചെയ്യേണ്ടതാണ് ഒരു റേസിംഗ് പറയുന്ന മോഡ്. പിന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ ഒരു കസ്റ്റം മോഡും അവിടെ കിടത്തുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നീ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാതും ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. പിന്നെ റിവേഴ്സ് ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ സ്പെയർ വീലാണ് ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ളത്, എന്നാലും നല്ലൊരു ക്വാളിറ്റി ഫീൽ ലഭിക്കുന്നുണ്ട്. ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ക്യാമറ യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരത്തെ താറിൽ കണ്ട പോലെ തന്നെ AC വെൻറ്റുകൾ കാണാൻ സാധിക്കും. ക്ലൈമറ്റ് കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്വിച്ചെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് മോഡ് കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ലാമ്പ്, പാസഞ്ചറിൻ്റെ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടണും അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് പോലും നമുക്കിതിൽ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, വയർലെസ് ചാർജ് വരുന്നുണ്ട്, ഒരു C പോർട്ടും ഒരു USB പോർട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്കൊരു വേരിയൻറ്റിൽ വന്നിട്ടുള്ളത് കീ വന്നിട്ടുണ്ട്. ഈ ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് ബേസ് മോഡൽ മുതൽ പുഷ് ബട്ടൺ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് താർ റോക്സിനെ കുറിച്ച് പറയുന്നത് മഹീന്ദ്രക്ക് ബിഗ് ലൈക്ക് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനത്തെ ഒരു ഫീച്ചേഴ്സ് ബേസ് മോഡൽ മുതലേ കൊടുക്കുന്നുണ്ട്. അല്ല ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2 വീൽ ഡ്രൈവ് ആണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ്, അല്ല നമുക്ക് 4x4 ഗിയർ ലഭിക്കുന്നതാണ്. പിന്നെ ഓട്ടോ ഡിമ്മിങ് ആയ റിവ്യൂ മിറർ കാണാൻ സാധിക്കും. സൺഗ്ലാസ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ടോപ്പിൻ്റെ പോകുന്ന സമയത്ത് നമുക്ക് പാനോറമിക് സൺറൂഫും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നതാണ്. അതുപോലെ AX5 എടുക്കുക, നമുക്കൊരു സിംഗിൾ പാൻ സൺറൂഫും ലഭിക്കുന്നതാണ്. റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു LED ലാമ്പ്സാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും. പിന്നെ വിശ്വവിഖ്യാതമായ താർ റോക്സിൻ്റെ കീ, മഹീന്ദ്ര ലോഗോ കൊടുത്തിട്ടുണ്ട്. ലോക്കും അൺലോക്കും, പിന്നെ ബൂട്ട് സ്പേസ് ഓപ്പൺ പറ്റും. പിന്നെ ഒരു ഫ്ലിപ്പ് കീ കൊടുത്തിട്ടുണ്ട്. എമർജൻസി സിറ്റുവേഷനിൽ വാഹനം അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫ്ലിപ്പ് കീയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്ക്, ഒരു മാനുവൽ ഹാൻഡ് ബ്രേക്കാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഗ്ലാഫ് ഹാൻഡിലും കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു സ്കൂപ്പ് പോലെയാണ് ഈ ഒരു AC വെൻ്റൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗ്ലോ ബോക്സ് കാണാൻ സാധിക്കും. അത്യാവശ്യം മാനുവൽ കാരണം ചെറിയൊരു ഗ്ലോ ബോക്സാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ മെയ്ഡ് ഇൻ ഇന്ത്യ, ഒരു പ്രൗഡ് മൊമെൻറ്റ്, നമ്മൾ ഇന്ത്യൻ ബ്രാൻഡായ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീരിയൽ നമ്പറും, എത്രാമത്തെ വണ്ടിയാണ് ഈ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്നത് അതിൻ്റെ സീരിയൽ നമ്പറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ഡോർ പാഡിൽ നിന്ന് തുടങ്ങാം. ഒരു ഡോർ പാഡ് ഡുവൽ ടൺ കളറിലാണ് ഡോർ പാഡ് വന്നുള്ളത്. താർന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോക്കും അൺലോക്കും ഡോർ ഹാൻഡിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ കൺട്രോൾസ് ഇവിടെയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡറും ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഫുഡ് സ്റ്റെപ്പ് ചവിട്ടി ഒരു ഗ്രാഫ് ഹാൻഡിൽ ചവിട്ടിയിട്ട് വേണം താർ റോക്സ് ഇട്ട് കയറാൻ. അതാണ് ഇതിൻ്റെ ഒരു രീതി, താർ റോക്സിൻ്റെ ഒരു ട്രഡീഷണൽ രീതിയാണ്. സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു സെക്കൻഡ് റോ ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ലെഗ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഹെഡ് റൂമും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് റോ വന്നുള്ളത്. അല്ല ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, കണ്ടോ.
ഹാൻഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്, കപ്പ് ഹോൾഡേഴ്സും അതിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ഹാൻഡ് റെസ്റ്റ് വെച്ചിട്ട് ബാക്കിൽ 2 പേർക്ക്, ടോട്ടൽ 4 പേർക്ക് നമുക്ക് ഈ ഒരു താർ റോക്സിൽ സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. ഈ ഒരു താർ റോക്സിന് സെക്കൻഡ് ഉള്ളു. ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഇവിടെ ഗ്രാഫ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടോപ്പ് എൻഡ് പോകുന്ന സമയത്ത് സൺ റൂഫും കൂടി ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ചിൽ മൂഡിൽ നമുക്ക് യാത്ര സാധിക്കും. അതായത് നമുക്ക് യാത്ര പോവുകയാണെങ്കിലും ഈ ഒരു സൺ റൂഫിൻ്റെ ഒരു ഉപയോഗം കൊണ്ട് നല്ലൊരു ചിൽ മൂഡായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ആ ഒരു യാത്രയിൽ. പിന്നെ ഒരു മാറ്റമാണ് AC വെൻറ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു സീ പോർട്ട് ചാർജിങ് സോക്കറ്റും അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഫോൺ വെക്കാനുള്ള ഒരു ഹോൾഡറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. താറിനെ കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രീമിയം ഫീല് ലഭിക്കുന്ന ഒരു SUV ആണ് താർ റോക്സ് എന്ന് പറയുന്നത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ, ഒരുപാട് പേരുടെ ഡ്രീം കാർ ലിസ്റ്റിലെ ഒരു മോഡലും കൂടിയാണ് മഹീന്ദ്ര താർ. താർ റോക്സിൻ്റെ എൻജിൻ ഹുഡ് ഓപ്പൺ ആക്കുമ്പോൾ അപ്പോൾ നമുക്ക് എൻജിൻ ഹുഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈറ്റ് കത്തും, 4 ഇൻഡിക്കേറ്റർ. നമുക്കൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. കാരണം നമ്മൾ രാത്രി എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിട്ട് വാഹനം റോഡ് സൈഡിൽ നിർത്തുകയാണെങ്കിൽ ഒരു ഹസാർഡ് ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓണായി വരുന്നത് നല്ലൊരു ഫീച്ചർ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും കാറിനെ കുറിച്ച്. അതുപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, നല്ലൊരു യൂസ്ഫുള്ളാണ് ആ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട്. അത്യാവശ്യം നല്ല ചൂടുണ്ട്, കാരണം നമ്മൾ ഇത്ര നേരം വെയിലത്തിട്ട് കാരണം അത്യാവശ്യം നല്ല ചൂടുണ്ട് ഒരു ഹുഡ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ. ഇനി നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 2.2 ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഏകദേശം 172 bhp പവറും 370 Nm ടോർക്കുമാണ് ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ചെയ്യുന്ന ഒരു എഞ്ചിൻ കൂടിയാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു പെർഫോമൻസ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ 6 സ്പീഡ്, മാനുവലും 6 സ്പീഡ് ഗിയർ ബോക്സിലും ഒരു വാഹനം അവൈലബിൾ ആണ്. എങ്ങനെ നോക്കിയാലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഒരു വാഹനത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താർ റോക്സിൻ്റെ വിശേഷങ്ങൾ പറയുള്ളത്. MX3 വേരിയൻ്റെ വിശേഷങ്ങൾ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിന് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പ്രൈസ് ആണെങ്കിലും അതുപോലെ ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും താഴെ നമ്പർ കോൺടാക്ട് ചെയ്യുക. എറാം മോട്ടോഴ്സ് കോട്ടയുമായി ബന്ധപ്പെടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ചെറിയൊരു ബ്രേക്ക്.